നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര ദേ പറക്കാൻ പോവാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉണ്ണിക്കുട്ടൻ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് യാത്ര എന്ന് ഏകദേശം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ? എന്തായാലും ഞാനും ചിഞ്ചുവാണ് ഈ ഒരു യാത്ര പോകുന്നത്. കുട്ടികളില്ലേ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. കുട്ടികളെ തൽക്കാലം കൂട്ടിയില്ല. എന്തായാലും നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ബാഗേജൊക്കെ കൊടുത്തതിന് ശേഷം നേരെ ടിക്കറ്റൊക്കെ ആയിട്ട് ചിഞ്ചുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നേരെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയി. നമ്മൾ പോകുന്ന രാജ്യത്തെ ആ ഒരു സിം എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് സിമ്മുമായിട്ടാണ് നമ്മൾ പോയത്. വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുകയാണ്. ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടെ നമ്മൾ അവിടെ എല്ലാം ചുറ്റിക്കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ടായി. നേരെ നമ്മളിത് ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്നുള്ള ആ ഒരു സസ്പെൻസിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ പോകുന്നത് മലേഷ്യയിലേക്കാണ് കേട്ടോ. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിൽ മലേഷ്യൻ ട്രിപ്പാണ് ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്റർനാഷണൽ യാത്രയുടെ എക്സൈറ്റ്മെന്റും ചിഞ്ചുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയൊക്കെ കൂടി ആയിട്ട് ഒന്ന് ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്ലൈറ്റ് കൃത്യം 12:30 തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് പറന്നുയരുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് ചിഞ്ചു അന്തിച്ചങ്ങിരിക്കുകയാണ്. ഫ്ലൈറ്റ് പറക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറയേണ്ടതില്ലല്ലോ, ആദ്യത്തെ ആ ഒരു പറക്കലിൻ്റെ ഒരു ആന്തല് അതൊന്നും വേറെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ കൊച്ചി രാത്രി കാണാനും സുന്ദരിയാണല്ലേ. കൊച്ചിയോട് ബായ് പറഞ്ഞിട്ട് രാവിലെ മലേഷ്യയിൽ നമ്മളത് 6:30 എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മലേഷ്യയിലെ ആ ഒരു കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലേഷ്യൻ യാത്രയുടെ ആ ഒരു ആദ്യ എപ്പിസോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബാഗേജും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് പോകാൻ കേട്ടോ. മലേഷ്യ ഒരു രക്ഷയില്ല എന്ന് തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായി. ബാഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മളിതൊന്ന് ഫ്രഷപ്പ് ഒക്കെ എടുത്തിട്ട് പുതിയ ലുക്കിൽ നമ്മുടെ മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളെ കാത്തുകൊണ്ട് ബലാൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഡ്രൈവർ പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും കണ്ട് നമ്മുടെ ബാഗൊക്കെ അദ്ദേഹം കയറ്റി വെച്ചതിന് ശേഷം നേരെ നമ്മളിത് മലേഷ്യ ഒന്ന് ചുറ്റി കാണാൻ പോവാണ്. രാത്രികാല കാഴ്ചകളും അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മുടെ മലേഷ്യ ഒന്ന് കറങ്ങിയടിച്ച് വരാനേ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എപ്പിസോഡ് മിസ് ചെയ്യേണ്ട.